തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു ഗുരുവിൻ്റെ മുന്നിലെത്തി ഗുരുവിനോട് പറഞ്ഞു, അല്ലയോ ഗുരുവേ, എന്നോട് ക്ഷമിക്കണേ, ഞാൻ ഒത്തിരി അപരാധങ്ങൾ അങ്ങയെപ്പറ്റി പറഞ്ഞു പരത്തിയിട്ടുണ്ട്. പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഗുരു പറഞ്ഞു, ഞാൻ നിന്നോടെല്ലാം ക്ഷമിച്ചിരിക്കുന്നു. അതിനുശേഷം ഇയാൾ തനിക്ക് പ്രായശ്ചിത്തം ചോദിച്ചപ്പോൾ ഗുരു ഒരു തലയണ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇതുമായി ആ മലമുകളിലേക്ക് പോവുക. അവിടെ ചെന്നിട്ട് ഈ തലയണയ്ക്കുള്ളിലെ പഞ്ഞികൾ നീ അഴിച്ച് കാറ്റത്ത് പറത്തുക. അങ്ങനെ അദ്ദേഹം പഞ്ഞിക്കെട്ടുള്ള തലയണയുമായി അങ്ങ് മലമുകളിലെത്തി അതെല്ലാം ഗുരു പറഞ്ഞതുപോലെ പറഞ്ഞു പരത്തി. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഗുരുവിനോട് അദ്ദേഹം ചോദിച്ചു, ഗുരുവേ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഗുരു പറഞ്ഞു, വീണ്ടും നീ മലമുകളിലേക്ക് പോവുക. നീ പറത്തിവിട്ട ആ പഞ്ഞിക്കെട്ടുകൾ മുഴുവനും തിരിച്ചെടുത്തു കൊണ്ടുവരിക. വിഷമിച്ച് നിന്നുകൊണ്ട് അദ്ദേഹം ഗുരുവിനോട് ചോദിച്ചു, ഗുരു, അതെനിക്ക് എങ്ങനെ കഴിയും? അതെല്ലാം പറന്ന് പലയിടങ്ങളിൽ എത്തിക്കഴിഞ്ഞില്ലേ? അപ്പോൾ ഗുരു പറഞ്ഞു, മകനെ, പരദൂഷണവും ഇതുപോലെയാണ്. ഒരിക്കൽ പറഞ്ഞ് പരത്തിക്കഴിഞ്ഞാൽ പരത്താൻ എളുപ്പമാണ്, പക്ഷേ അത് തിരിച്ചെടുക്കുക വളരെ പ്രയാസമാണ്. ഞാൻ നിന്നോട് ക്ഷമിച്ചാലും നീ പറഞ്ഞു പരത്തിയ പരദൂഷണങ്ങൾ പരന്നുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മറ്റുള്ളവർക്കെതിരെ ഒരു വാക്ക് പറയുമ്പോൾ അത് പടർന്നു പന്തലിച്ച് ആ വ്യക്തിയുടെ പേര് നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതിനെത്ര പരിഹാരം ചെയ്താലും അതിന് പരിഹാര പ്രവൃത്തിയായി മാറുകയില്ല, അത് തിരിച്ചെടുക്കാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് കർത്താവ് മത്തായി സുവിശേഷത്തിൽ 12:36 പറയുന്നത്, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ആകയാൽ നമുക്ക് തീരുമാനിക്കാം, ഒരിക്കലും ആരുടെയും കുറ്റം പറഞ്ഞ് പരത്തി ആരെയും നശിപ്പിക്കാതിരിക്കാൻ ഒരു തീരുമാനം നമുക്കെടുക്കാം. ആരുടെയും പേരിന് മോശം വരത്തക്ക രീതിയിൽ ഒരു ചിന്തയും ആരോടും പറയാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കാരണം പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായം 13-ാമത്തെ തിരുലിഖിതം പറയുന്നത്, പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവനാണ്. സമാധാനത്തിൽ കഴിഞ്ഞ അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വചനം പറയുക. ആകയാൽ നമ്മൾ പരദൂഷകരോ ഏഷണിക്കാരോ ആയി മാറാതെ നല്ല ചിന്തകൾ പറയുന്ന നന്മ കണ്ടെത്തുന്ന മക്കളായി മാറുവാൻ നമുക്ക് ശ്രമിക്കാം. അതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ നുറുങ്ങുവെട്ടം.